ക്രൈസ്തവ സഭകൾക്കെതിരെ RSS മുഖപത്രം കേസരി. FCR നിയമ ഭേദഗതിക്കെതിരെ സഭകളും മെത്രാന്മാരും ഉറഞ്ഞുതുള്ളിയെന്നും 2% വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നും കേസരി പറയുന്നു. ഭീഷണിയുടെ സ്വരം വേണ്ടെന്ന് PC ജോർജിനും ഷോൺ ജോർജിനും പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പരോക്ഷ വിമർശനം. അനുനയ നീക്കത്തിനായി ഷോൺ ജോർജ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെ സന്ദർശിച്ചു. ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കേസരിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ BJPയെ പാഠം പഠിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചു. ഇല്ലാത്ത ആക്രമണങ്ങളുടെയും ചെയ്യാത്ത കുറ്റത്തിന്റെയും പേരിൽ സഭകൾ BJPയെ കുരിശിൽ തറച്ചു. താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സഭകൾ BJPയോട് ഒട്ടിനിന്ന ശേഷം രഹസ്യമായി കുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സുവിശേഷ പ്രവർത്തനം എന്ന പേരിൽ മതപരിവർത്തനമെന്നും ലേഖനം വിമർശിക്കുന്നു. മദർ തെരേസയും ദയാബായിയും അടക്കമുള്ളവർ നടത്തിയ സേവന പ്രവർത്തനത്തിന്റെ ലക്ഷ്യവും മതപരിവർത്തനമാണെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ PC ജോർജും ഷോൺ ജോർജും നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ പാലാ ബിഷപ്പിന്റെ പരോക്ഷ മറുപടി ഇങ്ങനെ: ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. പരസ്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിന് എന്തിനാ പേടിക്കുന്നത്? ആരെയാ പേടിക്കുന്നത്? ഇതിനിടെ കൊച്ചിയിലെ സഭ ആസ്ഥാനത്തെത്തിയ ഷോൺ ജോർജ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. സമ്മർദ്ദം മൂലമാണ് പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെന്ന് ഷോൺ പ്രതികരിച്ചു. പിതാവ് അങ്ങനെ പറഞ്ഞ എന്താണ്? സ്വാഭാവികമായിട്ടും ഇന്നലെ മിനിങ്ങാന്നുമൊക്കെ ഉണ്ടായ വലിയ സമ്മർദ്ദങ്ങളായിരിക്കാം പിതാവ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് പിതാവിനോടൊരു വിഷമവുമില്ല. ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മഠത്തിൽ പോയി ഒന്നും നിലപാട് സ്വീകരിക്കണം. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. ന്യൂനപക്ഷവേട്ട കൺമുൻപിൽ കണ്ടിട്ടും സഭകൾ BJP അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന് CPI മുഖപത്രം ജനയുഗം വിമർശിച്ചു. വൈകിയാണെങ്കിലും BJPയുടെ കപട ക്രൈസ്തവ പ്രേമം ബോധ്യപ്പെട്ടത് നല്ല കാര്യമെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 കോട്ടയം.